പിണ്ടിവന പഞ്ചായത്ത് 8-ാം വാർഡിലെ പ്രധാന ജലസ്രോതസ്സായ കുന്നത്രത്തോട്ടിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. ഗാർഹിക മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് പുറമെ ഉപയോഗശൂന്യമായ ക്ലോസറ്റ് തോട്ടിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പിണ്ടിവന പഞ്ചായത്തിലെ കുന്നത്ര തോട്ടിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തോട്ടിൽ ക്ലോസറ്റ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചതായി നാട്ടുകാർ കണ്ടെത്തിയിരുന്നു. ജലസ്രോതസ്സിൽ ഇത്തരം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് പരിസരവാസികൾക്ക് തിരിച്ചടിയാവുകയാണ്. പെരിയാർവാലി കനാലിൽ നിന്നും ആരംഭിക്കുന്ന തോടാണ് ഇത്. ശുദ്ധജലം ഒഴുകിയെത്തുന്ന തോട്ടിൽ നിരവധി പേർ കുളിക്കുവാനും മറ്റുമായി എത്തുക പതിവാണ്. എന്നാൽ ക്ലോസറ്റ് കൊണ്ടുവന്ന തോട്ടിൽ നിക്ഷേപിച്ചതോടെ തോടിനെ ആശ്രയിക്കുന്നവർക്ക് വെള്ളത്തിലിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇന്ന് പുലർച്ചെയോടെ തോട്ടിൽ നിന്നും ഇതെടുത്ത് കരയിൽ ഇട്ടിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് പരിസരവാസികൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ആയക്കാട് പിണ്ടിവന പഞ്ചായത്തിൻ്റെ 8-ാം വാർഡാണ്. അതിൻ്റെ കുന്നത്ര തോട് നല്ലൊരു ജലസ്രോതസ്സാണിത്. ഒത്തിരി പേര് കുളിക്കുന്നതും ഒത്തിരി പേർക്ക് കുടിവെള്ളം കിട്ടുന്നതുമായ ജലസ്രോതസ്സാണിത്. അതിലേക്കാണ് ആളുകൾ കൊണ്ടുവന്നിട്ട് മുടിയുടെ വേസ്റ്റ്, കോഴി വേസ്റ്റ്, അതുപോലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, ഇപ്പോൾ കക്കൂസ് മാലിന്യം വരെ ഈ തോട്ടിലേക്ക് കൊണ്ടുവിടുകയാണ്. ഇതിനൊക്കെ ശക്തമായ ഒരു പരിഹാരം ഉണ്ടാവണം. പഞ്ചായത്തിൻ്റെ അധികാരികൾ ഇതിലേക്ക് അവരുടെ ശ്രദ്ധ ഇതിലേക്ക് വേണം. അതുകൂടാതെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഈ കാര്യത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത് വർഷങ്ങളായിട്ട് തുടരുന്നൊരു പ്രക്രിയയാണ്. എവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഞങ്ങൾക്കറിയില്ല. ഈ വാർഡിലെ മാത്രമല്ല, മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ വരെ ഈ ജലസ്രോതസ്സിലേക്ക് കൊണ്ട് ആളുകൾ നിക്ഷേപിക്കുകയാണ്. കക്കൂസ് മാലിന്യം മുതൽ മുടി വേസ്റ്റ് വരെയുണ്ട്. ഇതിനൊക്കെ ശക്തമായ ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്നൊരു പ്രതിഷേധം ഉണ്ടാവണം. അധികാരികൾ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തണം. അതിന് ശക്തമായ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. തൊട്ടടുത്ത് തന്നെ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ സംവിധാനമുണ്ടെങ്കിലും പലരും തോടിന്റെ പരിസരത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇവിടെ CCTV ക്യാമറ സ്ഥാപിക്കുക വഴി പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.